അള്ളാഹു മുസ്ലിങ്ങളുടെ മാത്രം ദൈവമല്ല, യഹോവയും ഈശ്വരനും അതേ ദൈവം തന്നെ. ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ സൃഷ്ടാവായ ദൈവത്തിൽ നിന്ന് ദൈവദൂതന്മാർ മുഖേന വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരുന്നു. ക്രിസ്താബ്ദം 7-ാം നൂറ്റാണ്ടിൽ ദൈവിക ഗ്രന്ഥങ്ങളുടെ പൂർത്തീകരണമായി അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യർക്കായി അവതരിക്കപ്പെട്ട ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ശാസ്ത്ര പുരോഗതിയിലൂടെ മനുഷ്യൻ വളരെയേറെ മുന്നോട്ടു പോയിട്ടും 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിക്കപ്പെട്ട ആ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു പരാമർശം തെറ്റാണെന്ന് തെളിയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുപോലെ ഖുർആനിൽ പറഞ്ഞ ചരിത്ര പരാമർശങ്ങൾ 100% സത്യമാണെന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലൂടെ സഞ്ചരിച്ച് മുൻകാല ചരിത്രത്തെക്കുറിച്ച് പഠിക്കാനും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനും ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അധ്യായം 27, നംല് 69-ാം വചനം. قُلْ سِيرُوا فِي الْأَرْضِ فَانظُرُوا كَيْفَ كَانَ عَاقِبَةُ الْمُجْرِمِينَ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ച് കുറ്റവാളികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. ഇതേപോലെയുള്ള ഖുർആനിക വചനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിൽ പരാമർശിച്ച ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചുണ്ടായി. അവിടെയുള്ള ചരിത്രാവശിഷ്ടങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ പകർത്തി. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ചരിത്ര സംഭവങ്ങൾ കാലക്രമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതിനു വേണ്ടി ഞങ്ങൾ സൗദി അറേബ്യ, ഈജിപ്ത്, ജോർഡാൻ, ഒമാൻ, UAE, ഇറാൻ, അർമേനിയ, സോവിയറ്റ് ജോർജിയ, തുർക്കി, ഇറാഖ്, കുർദിസ്ഥാൻ, ലെബനൻ, യമൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ നഗരങ്ങളും നാട്ടിൻപുറങ്ങളും മരുഭൂമികളും സമുദ്രങ്ങളും മഞ്ഞുമൂടിയ മലകളും താണ്ടിക്കടന്ന് പകർത്തിയെടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദം അലൈഹിസ്സലാം. ലക്ഷോപലക്ഷം ജീവവർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിശേഷ ബുദ്ധിയോടുകൂടി സ്വർഗത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടവനാണ് മനുഷ്യൻ. മക്കയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ അറഫയിലെ ഈ ജബലുർ റഹ്മയിലാണ് മനുഷ്യവർഗത്തിന്റെ ആദിപിതാവായ ആദമും ആദിമാതാവായ ഹവ്വയും ഭൂമിയിലെത്തിയ ശേഷം തമ്മിൽ കണ്ടുമുട്ടിയത് എന്നതാണ് പ്രമുഖമായ വ്യാഖ്യാനം. നൂഹ് അലൈഹിസ്സലാം. ദൈവദൂതനായ നൂഹ് നബി ജീവിച്ച പ്രദേശങ്ങൾ ഇപ്പോഴത്തെ ഇറാഖിലാണ്. ബിംബാരാധകരായ സുമേറിയൻ ജനതയെ അദ്ദേഹം സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു. 950 വർഷം അദ്ദേഹം പ്രബോധനം ചെയ്തതായി ഖുർആൻ വ്യക്തമാക്കുന്നു. ദീർഘകാലം പ്രബോധനം ചെയ്തിട്ടും അല്പം ആളുകൾ മാത്രമേ സത്യവിശ്വാസികളായുള്ളൂ. ഭൂരിപക്ഷം വരുന്ന ധിക്കാരികളെ നശിപ്പിക്കാൻ അള്ളാഹു തീരുമാനിച്ചു. മരപ്പലകകൾ ഘടിപ്പിച്ച് ഒരു കപ്പലുണ്ടാക്കുവാനും സത്യവിശ്വാസികളെയും വംശം നശിക്കാതിരിക്കാൻ എല്ലാ ജന്തുവർഗങ്ങളുടെ ഇണകളെയും അതിൽ കയറ്റാൻ അള്ളാഹു കൽപ്പിച്ചു. ഇറാഖിലെ കൂഫയിൽ ഇവിടെ വെച്ചാണ് അതുണ്ടാക്കിയത് എന്നാണ് ആധികാരികമായ അഭിപ്രായം. പശ്ചാത്തലത്തിൽ കാണുന്നത് ചരിത്രപ്രധാനമായ കൂഫ പള്ളി. ആകാശം പേമാരി കുത്തിച്ചൊരിഞ്ഞു. എങ്ങും ഉറവകൾ പൊട്ടിയൊലിച്ചു. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി. സത്യനിഷേധികളെല്ലാം ചത്തൊടുങ്ങി. ദിവസങ്ങൾക്കു ശേഷം വെള്ളം ഇറങ്ങിത്തുടങ്ങി. നൂഹ് നബിയുടെ കപ്പൽ ജൂദി പർവ്വതത്തിന്മേൽ ചെന്നുറച്ചതായി 11-ാം അധ്യായം 44-ാം സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. وقيل يا أرض
أرض ابلعي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. നൂഹ് നബിയുടെ കപ്പൽ തട്ടി നിന്ന തുർക്കിയിലെ ജൂതി പർവ്വതം കുർദിസ്ഥാന്റെ വടക്കേ അറ്റത്തു നിന്നുള്ള ദൃശ്യം. 6800 അടിയാണ് ഇതിന്റെ ഉയരം. കിഴക്കൻ തുർക്കിയിൽ അർമേനിയൻ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഐസ് മൂടിക്കിടക്കുന്ന ഈ അറാറത്ത് പർവ്വതത്തിൽ നിന്ന് 300 കിലോമീറ്റർ അകലെയാണ് ജൂതി പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ആദ് സമുദായവും ഹൂദ് നബിയും. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ഒമാനിൽ ഉൾപ്പെട്ട ഷിസറിൽ മൺമറഞ്ഞു പോയതും 1992 ഉത്ഖനന ഗവേഷണത്തിലൂടെ മണൽ കൂനകൾ മാറ്റിയപ്പോൾ കണ്ടെത്തിയതുമായ അഹ്കാഫ് അഥവാ ഉബാർ എന്ന പ്രദേശത്തേക്കാണ് നാം യാത്ര ചെയ്യുന്നത്. ഇത് ഒമാനിലെ സ്വലാല. ഇവിടുന്ന് 172 കിലോമീറ്റർ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ ഉബാറിലെത്താം. ഹൂദ് നബിയുടെ ജനതയായ ആദ് സമുദായക്കാർ ജീവിച്ചിരുന്ന പ്രദേശമാണ് ഉബാർ. മണൽക്കുന്നുകൾ മാറ്റിയപ്പോൾ കണ്ടെത്തിയ ഏതാനും വീടുകളുടെ അവശിഷ്ടങ്ങളാണിത്. അധ്യായം 11 ഹൂദ് 50 അല്ലാഹു പറയുന്നു: وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون. ആദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു: എന്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. നിങ്ങൾക്ക് അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാകുന്നു. സൂറത്ത് ഹൂദിൽ തുടർന്നുള്ള സൂക്തങ്ങളിൽ ഹൂദ് നബി പ്രബോധനം ചെയ്ത സത്യസന്ദേശത്തെ അവർ ധിക്കരിച്ചു തള്ളിയതായി ഖുർആൻ പറയുന്നു. ആദ് സമുദായത്തിന് അല്ലാഹു സമൃദ്ധമായി ജലം നൽകി. അക്കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണിത്. ഇപ്പോഴും അതിൽ വെള്ളം സമൃദ്ധമാണ്. അധ്യായം 89 അൽ ഫജ്ർ 6, 7, 8 സൂക്തങ്ങൾ. ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد. ആദ് സമുദായത്തെ നിന്റെ രക്ഷിതാവ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ? അഥവാ തൂണുകളുടെ ഉടമയായ ഇറം ഗോത്രം. അതിനു തുല്യമായിട്ടൊന്ന് രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഗോത്രം. പ്രസ്തുത തൂണുകളുടെ മാതൃക. അവരുടെ തൂണുകളുടെ അവശിഷ്ടമാണിത്. ആദ് സമുദായം ഉപയോഗിച്ച വസ്തുക്കൾ: